ഗാനഗന്ധർവന്റെ ആ സ്വരമാധുരി മലയാളികളുടെ മനസ്സിൽ ഒഴുകിയെത്തിയിട്ട് 6 പതിറ്റാണ്ടിലേറെയായി. ഡോക്ടർ കെ.ജെ. യേശുദാസിന്റെ ആ അഭൗമ സ്വരത്തിന് 84ന്റെ നിറവിലും മാറ്റു കൂടുന്നതേയുള്ളൂ. മലയാളി കാലങ്ങളായി ഉണരുന്നതും ഉറങ്ങുന്നതുമെല്ലാം ആ സ്വരം കേട്ടാകും. നമ്മുടെ പ്രണയത്തിലും സന്തോഷത്തിലും വിരഹത്തിലും വേദനയിലുമെല്ലാം ഒപ്പമുണ്ട് ആ ശബ്ദം. റാഫി പാട്ടുകൾ കേട്ട് സിനിമയെ സ്നേഹിച്ച ഫോർട്ട് കൊച്ചിക്കാരൻ കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ്. അവസരങ്ങൾക്കായുള്ള അലച്ചിലിനൊടുവിൽ എം.ബി. ശ്രീനിവാസൻ നൽകിയ ആ അവസരം ഭരണി സ്റ്റുഡിയോയിൽ 1961 നവംബർ 14 റെക്കോർഡ് ചെയ്യപ്പെട്ട 21കാരൻ്റെ 4 വരി ഗുരുസ്തോത്രം ഒരു ഐതിഹാസിക യാത്രയുടെ തുടക്കം മാത്രമായിരുന്നു. 80 വയസ്സിനിടെ 80,000 ഗാനങ്ങൾ, ഒരു ദിവസം 11 പാട്ടുകൾ വരെ പാടിയ കാലമുണ്ടായിരുന്നു യേശുദാസിന്. 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിൽ സംഗീതജ്ഞനും നാടകനടനുമായ അഗസ്റ്റിൻ ജോസഫിൻ്റെയും എലിസബത്ത് ജോസഫിൻ്റെയും മകനായി ജനനം. പിതാവായിരുന്നു ആദ്യ ഗുരു. ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ തിരുവനന്തപുരം തൈക്കാടുള്ള ഔദ്യോഗിക വസതിയിലെ കാർ ഷെഡിൽ അദ്ദേഹത്തിന്റെ ഔദാര്യത്തിലായിരുന്നു അന്തിയുറക്കം. ദേവരാജ മാഷിന്റെ ഭാര്യ എന്ന ചിത്രത്തിൽ നൽകിയ ദയാപരനായ കർത്താവേ എന്ന പാട്ടായിരുന്നു വഴിത്തിരിവ്. യേശുദാസ് ദേവരാജൻ കൂട്ടുകെട്ട് അവിടെ തുടങ്ങി. കെ.പി. ഉദയഭാനുവിനായി മാറ്റിവെച്ചിരുന്ന അല്ലിയാമ്പൽ കടവിൽ പാടാനുള്ള അവസരം യേശുദാസിന് വീണ് കിട്ടി. അത് കേരളമാകെ അലയടിച്ചു. പിന്നെ ബാബുരാജിന്റെ താമസമെന്തേ വരുവാൻ ഹിറ്റായി. പിന്നീടങ്ങോട്ടുള്ള യേശുദാസിന്റെ സംഗീതയാത്ര ചരിത്രം. ഇന്നും സപ്തസ്വരങ്ങൾ കൊണ്ട് മായാജാലം തീർത്ത ആ സ്വരമാധുര്യം ലോകഹൃദയങ്ങളിൽ കുളിരേകുന്നു. പകരം വയ്ക്കാനില്ലാത്ത സ്വരധാരയ്ക്കുടമയായ ഡോക്ടർ കെ.ജെ. യേശുദാസിന് ശതാഭിഷേകാശംസകൾ. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.